ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ എന്തെല്ലാവരും വർത്താനം? സുഖമല്ല? എനിക്കും സുഖമൊക്കെ തന്നെ കേട്ടോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോൻ്റെ സ്പെഷ്യൽ എന്താ വെച്ചാൽ എൻ്റെ ലീവൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരൂർക്ക് പോണ ദിവസം കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലല്ലോ, വന്നാൽ നമ്മൾ തിരിച്ച് പോകുന്ന വേണമല്ലോ. പിന്നെ ഞങ്ങൾ എവിടേക്ക് പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾ പീടിക്ക് സാധനം വാങ്ങാൻ വേണ്ടി പോകട്ടെ. അപ്പോൾ എനിക്ക് കമ്പനിക്ക് കൊടുന്നാണ് ഇവനാണേലോ തലവേദനിച്ചിട്ട് വെയിലായിട്ട് എൻ്റെ ഷാളോ അവൻ്റെ തലയിലിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അവൻ്റെ ഒരു വ്ളോഗ് കണ്ടിട്ട് വരും. ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. ഞാനാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. ഇന്ന് നമുക്ക് മീനിന് തീറ്റിട്ടെടുക്കാം. ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. ഗൈസ്, നമ്മൾ പുയറിനെ പിടിക്കാണ്. പുയർ ഇവിടെ നല്ല ഉണ്ടാവലുണ്ട്. മുന്നോട്ട് പുയറിനെയും കാണാമല്ലിപ്പോ. ഇവിടെ പുയരുള്ള സ്പോട്ട് ഇവിടെ വേറെ സ്പോട്ടുകളുണ്ട്. അപ്പൊ ഗൈസ്, ഇതാണ് നമുക്കിന്ന് കിട്ടിയ പുയര. വെള്ളം ഇച്ചിരി കുടിച്ച് പച്ച കളറാവുണ്ട്. കുറച്ചു നേരം പിടിക്കറ്റുകളും ഒന്ന് ഇതാക്കാന്. കുറച്ചു നേരം വന്ന് നോക്കും. അതിന്റെ പകുതി പീസ് കൊണ്ടുപോയി. കണ്ടിട്ടില്ല.
വണ്ണമില്ലാത്തവരാകുമ്പോൾ കുറച്ച് മൈൻഡ് കമ്മിയാക്കൂല്. വണ്ണമുള്ളവരാകുമ്പോൾ വേഗം വരും. അപ്പോൾ പിന്നെ കാര്യം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ല. എന്താ സംഭവിച്ചാൽ എന്നെ കാണാതെ എൻ്റെ ഫോണൊക്കെ എടുത്തിട്ട് കാണാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഓനോട് അറിയണമെന്ന് വെച്ച് ഒരു വ്ളോഗ് എടുത്തായിട്ട് അറിയട്ടാ. അപ്പോൾ ഓനോൻ്റെ പുയ്യാരനെ പിടിച്ചെന്നെ വീഡിയോ എടുത്തരാറിട്ട് അങ്ങനെ എൻ്റെ ട്രൈപ്പോഡും ഫോണൊക്കെ ഇട്ട് പോയിട്ട് എടുത്തുവെച്ച വീഡിയോ ഇട്ടത്. അപ്പോൾ വീഡിയോ ഇട്ട് മുഴുവനായിട്ടില്ല, തീറ്റ കൊടുക്കണം മാത്രം പെട്ടിട്ടുള്ളൂ കേട്ടോ. വ്ളോഗ് എടുത്തരാന്ന് പറഞ്ഞതാ. അപ്പോൾ ശരിക്കും 5 മിനിറ്റ് തികച്ചില്ല കേട്ടോ വീഡിയോ. അപ്പോൾ ഞാൻ ആ വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താട്ടാ. അപ്പോൾ ഓൻ പറഞ്ഞതും ഓൻ്റെ പ്രവൃത്തിയും എന്താ പറയുക, എന്തായാലും ഓൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടാ. പാവല്ലേ, അത്ര കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ എടുത്തതല്ലേ. പിന്നെ ഓൻ്റെ വീഡിയോ എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടാ. പിന്നെ രാവിലെ എന്താ ചായക്കടി വെച്ചാൽ മധുരക്കിഴങ്ങും പിന്നെ ഉള്ളിസമ്മന്തി ഇട്ടാ. നല്ല എരിവുള്ള ചുവന്നമുളകൊക്കെ ഇട്ട് ചുട്ടരച്ച സമ്മന്തിയും മധുരക്കിഴങ്ങ് തിന്നാൻ പുതിയായിട്ട് കൊടുന്നേന്ന് കേട്ടോ. പക്ഷെ ഉണ്ടാക്കി തന്നാലൊരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും തിരൂർക്ക് പോരുന്ന അന്ന് രാവിലത്തെ ചായക്കടി ഇതേന്നിട്ടാ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് തിരൂർക്ക് പോരാനുള്ള ഒരുക്കങ്ങളായിട്ടാ. അപ്പം എൻ്റെ അമ്മയോട് ഇങ്ങനെ പറയുന്നപ്പോൾ കുറച്ച് ചെടിയൊക്കെ വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ കടലാസും കൊമ്പോൾ പല തരട്ടും ഉമ്മാൻ്റെ അടുത്ത്. അപ്പം ഉമ്മാൻ്റെ വീത്താലെ നടന്ന് തൊയിരം കെടുത്തിയിട്ട് ഏതായാലും കടലാസും കൊമ്പൊക്കെ മുറിച്ചെടുക്കാട്ടാ. അപ്പോൾ എല്ലാത്തിമൊന്നും ഉമ്മ ഇങ്ങനെ എടുത്തു തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ദിവസമാണേലോ ഞങ്ങൾക്ക് വേറെ തിരക്ക് പിടിച്ച ദിവസമാണ്. എന്ന് തിരക്ക് പിടിച്ച ദിവസമൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ദിവസത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്, അതായത് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ രാവിലെ പണികളൊക്കെ കഴിച്ചിട്ട് വേണം പോവാൻ. ഞാൻ എന്നിട്ട് അവിടുന്ന് നേരെ തിരൂർക്ക് അവിടുന്ന് പോരേക്കാരം കേട്ടോ. അതായത് ഉമ്മാൻ്റെ വീട്ടിൽ വരുന്നത് എവിടെ വെച്ചാൽ വെട്ടിച്ചിറക്ക് കേട്ടോ. പുത്തൻതാണി വെട്ടിച്ചിറണ്ടല്ലോ അവിടെയാണ്. അപ്പോൾ പിന്നെ ലാലു അങ്ങോട്ട് കൊണ്ടുവരാൻ വരാറുണ്ട്. വല്യമ്മാനെ കാണാൻ പോവുകയാണ്. അപ്പോൾ ലാലുവിനും വല്യമ്മാനെ കാണാനൊക്കെ കരുതി. അപ്പോൾ പിന്നെ രാവിലെ തന്നെ പണികളൊക്കെ കഴിച്ചിട്ട് വേഗം അങ്ങോട്ട് വല്യമ്മാൻ്റെ അടുത്തൊക്കെ പോയിട്ട് ലാലു കൊണ്ടുവരാൻ വരാറുണ്ട്. അപ്പോൾ പിന്നെ പോണതിൻ്റെ മുന്നുള്ള ഒരുക്കങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ചെടികളൊക്കെ ഞാൻ ഇതേമാതിരി അയൽവാസിൻ്റെ അവിടെ നിന്നൊക്കെ പോയിട്ട് വേങ്ങി കൊടുന്ന് വെച്ചിരുന്നിട്ട്. അപ്പോൾ ഇനി വാട് വെച്ചിട്ട് ഞാനങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചേക്കിന്നിട്ടാ. അങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച ചെടികളൊക്കെ നുള്ളി പെറുക്കി എടുത്ത് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നീ ചേമ്പാളൊന്നും ഇവിടെ വെക്കരുത്, ഒക്കെ കൊണ്ടുപോയിക്കോട്ടേന്ന്. കാരണം എവിടെയെങ്കിലും അതിൻ്റെ ഒരു കേങ്ങ് വീണാൽ പിന്നെ ആകെ കാടായിട്ട് ഉണ്ടാവില്ലേ. അങ്ങനെ പിന്നെ മല്ലിക ഒന്ന് കുഴിച്ചിട്ടുണ്ടാവില്ല. അവിടെയൊക്കെ നോക്കി ചെറിയൊരു തൈമ ഉണ്ട മല്ലികയായിട്ട്. പിന്നെ എനിക്ക് ഗീസറൊക്കെ എടുത്ത് ഞാൻ പിന്നെ ഈ വള്ളിപ്പുല്ലുമ്മ ഒഴിവാക്കിയെന്നിട്ടാ. മുറ്റത്തുനിന്ന് പറിച്ചിട്ടേന്ന് ചപ്പിൻ്റെ ഒട്ടുക. അപ്പോൾ ഞാനാ കുറച്ചും കൂടി എടുത്തിട്ടാ എനിക്ക് തിരൂർക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉമ്മ ഇത് പറിച്ചിട്ടിട്ട് 2 ദിവസം ആയിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ മേലെ മടിച്ചൊരു ഇല കൊണ്ടുപോയിട്ട് കേട്ടോ അത് സംഭവം. അങ്ങനെ പിന്നെ അവിടുന്ന് കുറച്ച് വള്ളിപ്പുല്ലൊക്കെ പറിച്ചെടുത്ത് പിന്നെ ദട്ടാ ചേമ്പ്. അപ്പോൾ ഉമ്മ എന്നോട് ഇത് കൊണ്ടുപോകാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ കല്യാണത്തിന് മുന്നേ ഈ ചേമ്പ് ഉണ്ടാക്കിയിട്ട് ഞാൻ പെരയിൽ പിന്നെ കാട് മാതിരി ഉണ്ടായി. ഇതാണല്ലോ 6 അടി പൊക്കത്തിൽ വലുതാവണ ചേമ്പുമാണ്. അങ്ങനെ അപ്പോൾ പിന്നെ അതൊക്കെ നുള്ളിപ്പെറുക്കി ഒന്നും അവിടെ ഇട്ടില്ല കേട്ടോ. ഒക്കെ നുള്ളിപ്പെറുക്കി കൊടുത്തു. ഇത് പിന്നെ നമുക്ക് തിരൂർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ചെടികളാട്ടെ ഈ പാത്രത്താളൊക്കെ. അപ്പോൾ എന്തായാലും അത് കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം ഞങ്ങൾ ഇവിടുന്ന് രാവിലെ ബസ്സിന് പുത്തൻതാണിക്കൊക്കെ അല്ല വെട്ടിച്ചിറക്കൊക്കെ പോവുകയാണ്. അപ്പോൾ ബസ്സിന് ഇപ്പോൾ ഈ ചെടിച്ചട്ടിയൊക്കെ കൂടി ഏറ്റി പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ലാലുവിനായിട്ട് വരുമ്പോൾ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ആ ചെടിയൊന്നും എടുത്തില്ല കേട്ടോ. പിന്നെ ഈ ചെടികളൊക്കെ ഇതേമാതിരി പാക്ക് ചെയ്ത് വെച്ച് പിന്നെ ഉമ്മ പൊട്ടിച്ചെന്ന കൊമ്പും ചുള്ളിയൊക്കെ എന്തായാലും ഒതുക്കി പെറുക്കി ഉമ്മ പാക്ക് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ പോയി കുളിച്ച് മാറ്റി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ്. കാരണം പിന്നെ ഞങ്ങളുടെ മഹായുദ്ധം നടക്കൽ എന്തിനാ വെച്ചാൽ ഒന്ന് കുളിച്ചാനും മാറ്റാനേക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ എല്ലാവരും കുളിച്ചുമ്പോൾ ഞാൻ മേപ്പെട്ടൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുട്ടി തിരിഞ്ഞ് ഇങ്ങനെ നടക്കും കേട്ടോ. എന്നിട്ട് എല്ലാവരും കുളി കഴിഞ്ഞ് എല്ലാവരും മാറ്റലും കഴിയുമ്പോൾ ഞാൻ കുളിച്ചാൻ പോയാലും മാറ്റലൊക്കെ കൂടി കേട്ടോ. അപ്പോൾ അവിടെയുള്ള യുദ്ധം കാരണം തന്നെ 1 മണിക്കൂർ വേണ്ടി എനിക്ക് മാറ്റാൻ എൻ്റെ മാറ്റൽ കഴിയൂലായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം അതേമാതിരി തന്നെ. എന്തായാലും ബസ്സിൻ്റെ ടൈമല്ലേ. അപ്പോൾ പിന്നെ വല്ലാതെ മുട്ടിത്തിരിഞ്ഞ് എന്നാൽ ബസ്സും കിട്ടില്ല, പോക്കും നടക്കില്ല. അപ്പോൾ പിന്നെ വേഗം മാറ്റി ഒരുങ്ങിയിട്ട് പോകാൻ റെഡി ആയിട്ടാണ്. പിന്നെ അതിൻ്റെ ബാഗും പെട്ടിയും പ്രമാണമൊക്കെ എടുത്തിട്ടാണ്. കാരണം എന്താ വെച്ചാൽ തിരൂരിൽ നിന്ന് വരുമ്പോഴും പോകുമ്പോഴും എൻ്റെ കൈക്കൊരു ബാഗുണ്ടാവും, ഒരു കവറ് സാധനം ഉണ്ടാവും. സാധനം എന്താ വെച്ചാൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെ. കാരണം ബാഗിന് സാധനങ്ങളാവും, കവറിനും സാധനങ്ങളാവും. അപ്പോൾ ഓല് കളിയാക്കൂട്ടെ എൻ്റെ ഒരു കവറാട്ടാ ഇരിക്കണത് അതുണ്ടുമ്പോൾ. പിന്നെ ഇങ്ങനെ പെരനോട് ടാറ്റും ബൈബോയൊക്കെ പറഞ്ഞിട്ടാ. പക്ഷെ ഇങ്ങനെ പെരയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ എന്തോ ഒരു സങ്കടമാണല്ലേ. അത് കല്യാണം കഴിഞ്ഞ് പോയ പെൺകുട്ടികൾക്കേ അറിയുള്ളൂ കേട്ടോ അതിൻ്റെ സങ്കടം എന്താണെന്ന്. അങ്ങനെ എൻ്റെ കവർ ഉമ്മാൻ്റെ അടുത്തെടുത്തിട്ട്, കാരണം ബസ്സിനല്ലേ പോണ്. കവറും ഞാനും കൂടി ബസ്സിൽ കയറാൻ പറ്റില്ല എന്ന് വെച്ചാൽ തന്നെ പോലെ അറിയാം. അപ്പോൾ പിന്നെ വെറുതെ പണി ഉണ്ടാക്കണ്ടില്ല വെച്ചിട്ട് കവർ ഉമ്മാൻ്റെ കൈ കൊടുത്തിട്ടാണ്. പിന്നെ ആർക്കെങ്കിലും അറിയാം മയത്തുള്ളി കണ്ണിലൊക്കെ കുറ്റിച്ച് കുറച്ച് നേരം നോക്കി നിന്നപ്പോൾ ഉമ്മ മുന്നിൽ പാഞ്ഞിക്കണം കേട്ടോ. പിന്നെ വണ്ടി എന്നിട്ട് ഉമ്മാൻ്റെ എത്താനും പോകുന്നത്. അപ്പോൾ വന്നപ്പോൾ അതാ മുത്തുമോൻ അവിടെ പീഡിയ കലയും ഇരിക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ പിന്നെ ഓനോട് പോക്കൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ പോന്നിട്ട് എൻ്റെ അമ്മ ഈ പറക്കം കിട്ട് പായണ എന്താ വെച്ചാൽ ബസ് പോവേ അപ്പം അമ്മ മുന്നിൽ പോയാണ് ഉമ്മാൻ്റെ ബാക്കിൽ ഞാനിങ്ങനെ ആടിപ്പാടി ഇങ്ങനെ നടക്കട്ടെ അപ്പോൾ കവർ ഉമ്മാനെ കൈക്ക് കൊടുത്താൽ എന്താ വെച്ചാൽ ഒന്നാമത്തെ നല്ല കനമുണ്ട് കേട്ടോ കവർ കാരണം ചെടികളും ഡ്രസ്സുകളും അതും ഇതൊക്കെ ആയിട്ട് കുത്തി നിറച്ചിക്കണേക്ക് ഉമ്മയും വാപ്പയും അല്ലാത്തവരൊക്കെ കവറിലും ബാഗിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ബാഗും കനുണ്ട് കവറും കനുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ അമ്മ പറയും വരുമ്പോൾ അണ്ണച്ചാളം മധുരക്കരം വരെ കുറേ ചാക്കും കവറൊക്കെ ആയിട്ട് വരും എന്ന് അറിയിട്ട് ആ ബാഗ് നിറച്ച സാധനമൊക്കെ എന്നാലും കവറിലും ഉണ്ടാവും സാധനം അതായിട്ട് എൻ്റെ ഒരു സ്വഭാവം ഒന്നും ഉപകാരമുള്ള സാധനങ്ങളാവില്ല എന്നാലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ നുള്ളി പെറുക്കി പോരും പിന്നെ എന്താണ് ഞങ്ങളുടെ തോടും കുളമൊക്കെ ഈ കുളത്തിലൊക്കെ എത്ര വന്ന് ചാടി നീന്തി കുളിച്ചതാണ് എൻ്റെ ഒരു സ്വഭാവം എന്താ വെച്ചാൽ എനിക്ക് നീന്തണക്കാട്ട് ഇഷ്ടം ചാടാനാണ് കേട്ടോ അതും ഞാൻ ആ മേലെ മതിൽമെന്നൊക്കെ കേട്ടോ ചാടുക നിങ്ങളെ ഇരുത്തുണ്ടാവില്ല വെറുതെ പറയണേ വെറുതെ ഒന്നല്ല കേട്ടോ എന്നെ അറിയുന്നവർക്ക് അറിയുണ്ടാവും നീന്തണക്കാട്ട് ഇഷ്ടം ചാടാനാണ് കേട്ടോ ഞാൻ പോണേന്നെ ചാടി കുളിച്ചാലേക്കാരം കേട്ടോ അപ്പോൾ ഓലൊക്കെ ഒന്നും ചീത്ത അറിയട്ടെ അത്ര മേലൊന്നും ചാടരുത് പെൺകുട്ടികളാണ് അങ്ങോട്ട് കിട്ടതൊക്കെ എന്ത് പെൺകുട്ടികളെന്താ കുളം കണ്ടാലും വെള്ളം കണ്ടാലും ഞാൻ എവിടെയാണെങ്കിലും ഞാൻ ചാടും കേട്ടോ അപ്പോൾ അവിടെ ആൾക്കാരും ഒന്നും നോക്കാൻ നിൽക്കില്ല കേട്ടോ ഞാനും ഒരു മടിയില്ലാതെ കൂളായിട്ട് ഇറങ്ങും കേട്ടോ ഇനിയിപ്പോൾ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് ഇനി വേറെ ഡ്രസ്സ് നമ്മൾ കൈക്കല്ലേലും ശരി ഇട്ട ഡ്രസ്സിൽ ഞാൻ വെള്ളത്തിൽ കണ്ട് ഇറങ്ങും കേട്ടോ പിന്നെ വല്ല കോഴിക്കൾ വെള്ളത്തിൽ മുങ്ങി കുളിച്ചാൽ മാതിരിയൊക്കെ കയറി വരും എന്നാലും വെള്ളം കണ്ടാൽ ഞാൻ വെള്ളത്തിൽ ചാടും കേട്ടോ അങ്ങനെ പിന്നെ അവിടെ നിന്നൊക്കെ പോകുന്നിട്ടാ പിന്നെ രാവിലെയാണല്ലോ വല്ലാതെ തിരക്കൊന്നും ഇല്ല അങ്ങനെ പിന്നെ ഒരു ഞായറാഴ്ചയായിരുന്നു അങ്ങനെ എൻ്റെ അമ്മ അതാ മുന്നിൽ പായണിട്ട ഞാൻ കുളമൊക്കെ കണ്ടു വന്നപ്പോൾ ഒക്കെ ഉമ്മ മുന്നിൽ പാഞ്ഞിക്കണം അങ്ങനെ അങ്ങാടിയിൽ എത്തിക്കണം കേട്ടോ അങ്ങനെ പിന്നെ ഉമ്മാൻ്റെ അടുത്തേക്കുള്ള മണ്ടിപ്പാച്ചിലായിരുന്നു കേട്ടോ അങ്ങനെ എന്തായാലും എത്തിയപ്പോൾ പിന്നെ ഹിപ്പപ്പി ഉമ്മാൻ്റെ അനിയത്തി ഓലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓലൊക്കെ കുറച്ച് താഴത്തുനിന്നാണ് ബസ് പറഞ്ഞാൽ അങ്ങോട്ട് വരികയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പാഞ്ഞിട്ടാ അവിടെ എത്തി ഓലായിട്ട് വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ കഥ ബസ്സും വന്നിട്ടാ അതിൻ്റെ ഇടയിൽ ഒരു കോമഡി ഉണ്ടായി ഈ ആൾക്കാർ ഇരിക്കണ കണ്ടില്ല ഒക്കെ കൂടെ ഉമ്മാൻ്റെ ഇത്താലോ കൂടിയിരിക്കണം കേട്ടാ മുന്നിൽ അവിടെ ആ പെട്ടിമ കയറിയിരിക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെ മിഥുനെ കഴിക്കഴിഞ്ഞെല്ലാം എന്താണ് അവിടെ ആ പെട്ടി വരുന്ന ആളെ ബാഗ് കൊടുത്തിരുന്നു കേട്ടോ ഓളെ കൈക്കോളെ സ്കൂൾ ബാഗ് ഉണ്ടായിരുന്നു പുസ്തകവും ഡ്രസ്സൊക്കെ ഉണ്ടായി ഓന് ബസ് ഉണ്ടപ്പം കുട്ടീനെ കളിപ്പിച്ചങ്ങ് നിൽക്കിയത് കുട്ടീനെ വേഗം അമ്മാൻ്റെ അടുത്ത് എടുത്തിട്ട് വേഗം ബസ്സിൽ കയറി ബാഗാണേലോ അവിടെ വീഡിയോ കൊലൈമ വെച്ചും ചെയ്തിട്ടാ ഇവിടെ നിന്നും ഓലും അറിഞ്ഞിട്ടില്ല കേട്ടോ ബാഗ് അവിടെ വീഡിയോ കൊലൈമ ഇരിക്കണ കാര്യം ചക്ക നോക്കണോക്കി എന്താ സംഭവിച്ചാൽ ഞാൻ ഇപ്പുറത്തെ സീറ്റിലോ എൻ്റെ അമ്മ ആ താത്താനെ കൈ വെച്ചിക്കണില്ല അവിടെ മുന്നത്തെ ആ സീറ്റിലോ കേട്ടോ ഇരിക്കണ് ഓല് പിന്നെ ഡ്രൈവർ ആ സീറ്റിലല്ല അപ്പോൾ ഓൻ അതിൻ്റെ ബേജാറാട്ടോ ഓൻ്റെ അമ്മ അവിടെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് എല്ലാവരെയും നോക്കട്ടെ 4 അന്തം വിട്ട് നോക്കട്ടെ ബസ് കയറിയിട്ടേ ഓൻ ആദ്യമായിട്ടാ തോന്നണു എന്താന്നാവട്ടെ ബസ് കയറിയിട്ട് അന്തം വിട്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ഇങ്ങനെ നോക്കിക്കട്ടെ അവന് അങ്ങനെ പിന്നെ കുറച്ചുകൊണ്ട് എത്തിയപ്പോൾ ഓന് നെലോളിച്ചാൽ തുടങ്ങിയിട്ട് ഓനമ്മാൻ്റെ അടുത്ത് പോവാൻ പിന്നെ കുട്ടീനെയും പറഞ്ഞിട്ട് കാര്യമില്ല അറിയാത്ത കുറേ ആൾക്കാരും ഒക്കെ കൂടിയിട്ട് ഒരാകെ ടെൻഷൻ ആയിക്കൊണ്ടിട്ടാ അങ്ങനെ ഇത് കുറേ എടുത്ത് തിരിച്ചും മറിച്ചൊക്കെ നോക്കണിട്ട് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം പിന്നെ കരയേക്കാട് എത്തിയപ്പോഴാണ് അറിയുന്നത് ബാഗ് മറന്നു വെച്ച കാര്യം അങ്ങനെ പിന്നെ വെട്ടിച്ചർക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ ഓട്ടോറിക്ഷയൊക്കെ പോകണം കേട്ടോ അമ്മാൻ്റെ കുടിക്ക് അങ്ങനെ കുറച്ച് പോവാണ്ട് അപ്പം അങ്ങനെ ഓട്ടോറിക്ഷ കാത്തിക്കുന്നിട്ട് അപ്പം മുത്തുമോനൊക്കെ വിളിച്ചിട്ട് ഉമ്മ പറഞ്ഞു വീഡിയോ കോളേയും ഉണ്ടായിരുന്നല്ല ഇജ്ജ് വേഗം പോയിട്ട് ആ ബാഗ് എടുത്തിട്ട് വെട്ടിച്ചർക്കൊക്കെ വാ ഞങ്ങളിവിടെ കാത്തിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഓനെ കാത്തിക്കണ നേരം ഞങ്ങൾ ടീലോ പിന്നെ എന്താ ഓലെന്താ മുട്ടായും കാര്യങ്ങളൊക്കെ വേഗം തിന്നിട്ടാ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആപ്പാപ്പ വിളിച്ചിട്ട് പറഞ്ഞു ആപ്പാപ്പ ഇവലെ എൻ്റെ ഉമ്മാനെയൊക്കെ അങ്ങോട്ട് പാക്കാക്കി കൊടുത്തോളാം അപ്പോൾ ബാഗ് എടുത്ത് പോരാന്ന് പറഞ്ഞിട്ടാ പിന്നെ മുത്തുമോ ബുദ്ധിമുട്ടിയിട്ട് ഇങ്ങോട്ട് വരണ്ടല്ല ഓനക്ക് അടുത്ത ബസ് കിട്ടിയിട്ടാണ് കൊണ്ട് തിരിച്ച് വരാൻ അതായത് വെട്ടിച്ചെറുക്കൊക്കെ വരാൻ അപ്പോൾ ഓനെയും കാത്തിക്കണ നേരം കൊണ്ട് നമുക്ക് പോണടുത്ത് പോയി വരാലാന്ന് എഴുതിയിട്ട് ഓനോട് വരണ്ട പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങാൻ പോയിട്ടാ അങ്ങോട്ട് വലിയമാനെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് മറ്റേത് ഓനക്ക് ബസ് കിട്ടിയോ അങ്ങോട്ട് എത്തിയിട്ട് എപ്പോഴാണ് ഉണ്ട് എത്തുക എനിക്കാണെങ്കിൽ തിരൂർക്ക് പോരും വേണം അപ്പോൾ പിന്നെ ഓനോട് എന്തായാലും ഓൻ ബാഗ് അവിടെ പോയിട്ട് എടുത്തിട്ട് പെരയിൽ കൊണ്ടുപോയി വെച്ച് ഓനോട് വരണ്ടാന്നും പറഞ്ഞ് ഞങ്ങൾ സാധനങ്ങളൊക്കെ വേങ്ങി ഒരു ഓട്ടോറിക്ഷയൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ പോന്നിട്ട് അതിൻ്റെ ഇടയിൽ ചക്ക നല്ല ഉറക്കാട്ടാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആർക്കൊട്ടോ സ്ഥലപ്പേര് അറിയില്ല കേട്ടാ അത് കാരണം അതേമാതിരി വഴി കാണിച്ചെടുത്ത് അങ്ങനെ പോന്നിട്ട് അവല അങ്ങോട്ടാണെങ്കിലും കുറേ ഉള്ളേരി വയ്യാട്ടാ അങ്ങനെ പിന്നെ എന്തായാലും വഴി പറഞ്ഞെടുത്ത് എന്തായാലും വലിയമാൻ്റെ പെരയിൽ എത്തിയിട്ടോ ഓലൊക്കെ അവിടെ കൊലയുമ്പോൾ തന്നെ ഞങ്ങളെ കാത്തിക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞപ്പോൾ ഉമ്മാൻ്റെ ചെറിയ അഞ്ചത്തിനെ കെട്ടിച്ചോണം ഇവിടെ അടുത്തേക്ക് തന്നെയാണ് അപ്പോൾ പിന്നെ ഓളെ വിളിച്ചിരുത്തിയിട്ട് ഓളെ അറിയില്ല കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നോന്നും അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഓളെ വിളിച്ചപ്പോൾ ഓളെ ആരോ കൊണ്ടുവരാൻ ചെല്ലാൻ പറഞ്ഞിട്ടാ അപ്പോൾ പിന്നെ കുട്ടിപ്പട്ടാളത്തിന് എല്ലാവരും കൂടി കൂട്ടിയിട്ട് ഞാനും ചെറുത്താത്തേട്ടാ അമ്മേൻ്റെ അനിയത്തിയാണ് അപ്പോൾ അതിൽ ശരിക്കും ആർക്കും നല്ലപോലെ വഹിച്ചൊന്നുമില്ല കേട്ടോ പിന്നെ പോണ വൈക്കതാട്ടോ നല്ല രസമുള്ള കാഴ്ചകളല്ലേ കൊണ്ട് നോക്കി പാറപ്പുറത്തൊക്കെ അതേമാതിരി ഗുഹയും മടയും ഓട്ടയും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഇങ്ങനെ ഞങ്ങൾ പോകട്ടെ ആർക്കും വയസ്സില്ല ആർക്കും അറിയില്ല കേട്ടോ കാരണം കുറേ മുന്നേ പോയതായിരുന്നു പിന്നെ അതേമാതിരി തൊടു കൂടെയൊക്കെ ചാടി കടന്നു കാണാൻ പോകണം പിന്നെ വഹിച്ചുള്ള ആളാട്ടപ്പം എൻ്റെ ഈ മുന്നിൽ നിൽക്കുന്ന ആൾ ഓളാണല്ലോ ബാക്കൊക്കെയാണ് മറ്റേരെ പോക്കണ്ടാതൊന്നും വഹിച്ചിട്ടുണ്ടായിരുന്നു ഉള്ള ഓർമ്മയിൽ അങ്ങനെ പോവണം എല്ലാവരും കൂടി ഞങ്ങൾ ഒരു വട്ടം പോയിക്കണം കേട്ടോ പക്ഷെ എന്നാലും അങ്ങനെ വലിയൊരു ഐഡിയ ഇല്ല അപ്പം അതിൻ്റെ ടോളിയും കൂട്ടിയിരിക്കുന്നത് ഓളെ പേര അവിടെയാണ് അങ്ങനെ പിന്നെ പോണ വഴിക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് വെള്ളച്ചാട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല ചെറിയൊരു വെള്ളച്ചാട്ടത്തോട് മാതിരി ഒരു സംഭവമായിട്ട് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ
അങ്ങനെ എനിക്കങ്ങോട്ട് പോകാൻ തന്നെ ഇഷ്ടതാട്ടോ. ഇവിടെ ഒരു കുളമുണ്ട്. അപ്പോൾ ആ കുളമൊക്കെ ഇറങ്ങാലാന്നൊക്കെ കരുതിയിട്ട് അപ്പം ഞങ്ങൾ നട്ടുച്ചക്കാണ് പോകുന്നതും. അപ്പോൾ പിന്നെ പോകുമ്പോൾ തന്നെ പെരയിന്ന് ഓർഡർ ഇട്ടിരുന്നിട്ടോ കുളത്തിൽ ഇറങ്ങരുത്, കാരണം നട്ടുച്ചക്ക് ഭാഗത്ത് കുളത്തിലിറങ്ങാൻ പാടില്ല അതൊക്കെ അങ്ങനെ പറഞ്ഞു കിട്ടിയിരുന്നു. പിന്നെ ഇങ്ങനെ ഉച്ച ടൈമും അല്ല, അങ്ങനെ പെൺകുട്ടികൾ പുറത്ത് പോകാൻ പാടില്ല. ഇങ്ങനെ ഇതേമാതിരി കാടും പന്തി പാടൊക്കെ ഉള്ള സ്ഥലമല്ലേ, പേടിച്ചു ഓരോന്ന് കണ്ടിട്ട് അങ്ങനെയൊക്കെ ഓരോ ഇതൊക്കെ ഓരിങ്ങനെ എന്തൊക്കെയോ കഥകൾ പറഞ്ഞു തന്നിട്ടാ. അവിടെ ആർക്കൊക്കെ അങ്ങനെ പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ ഒരു പെണ്ണല്ലേ, ഇഷ്ടം മാതിരി പെണ്ണുങ്ങളുണ്ട്. അതിൽ ആകെ ആണുങ്ങളാകെ 2 ആളുള്ളൂ കേട്ടോ. ആ 2 ആൾ ഇത് ആണുങ്ങളൊന്നും കൂട്ടാൻ പറ്റൂല, അരപ്പീസാണ്. അങ്ങനെ ആ 2 അരപ്പീസാളതാ മുന്നിൽ പോകണട്ടാ. പിന്നെ പോണ വൈക്കതാ പാടത്തെത്തിയിട്ടാ ആകെ ചളിപ്പിടി. ഞാനാണല്ലോ വെള്ള ചെരുപ്പൊക്കെ ഇട്ടിട്ടിരിക്കണത് ഈ ചളിപ്പിടിക്ക്. ഉമ്മാൻ്റെ ആരെങ്കിലും ചെരുപ്പെടുത്തിട്ടാൽ മതിയെന്ന്. അപ്പം ഞാൻ എൻ്റെ ചെരുപ്പിട്ട് കെടാട്ടി പോന്നതാണ്. ഇപ്പോൾ വന്നപ്പോൾ അതാട്ട അവസ്ഥ. ഇങ്ങനെ പിന്നെ വന്നില്ലേ, ഇനിയിപ്പോൾ തിരിച്ചു പോകാൻ വെച്ചല്ല, ചെരുപ്പൂരിട്ട് നടക്കാനും വെച്ചാൽ പിന്നെ ഒന്നും നോക്കിയില്ല. ഒക്കെ മാടി പിടിച്ച് അങ്ങനെ എല്ലാവരും കൂടി അതാ വരമ്പത്ത് കൂടി അങ്ങനെ പോകണിട്ട്. അതിൻ്റെ ഇടയിൽ ഈ ആൾ വല്ല ബാഗൊക്കെ ഉണ്ട് കേട്ടോ, ഓളമ്മാൻ്റെ അടുത്തേക്ക് പോകാനേ. ഓളമ്മേൻ്റെ ബാക്കിലാണ്. അങ്ങനെ പിന്നെ പോയി അവിടുന്ന് ആ ചളീന്നൊക്കെ കഴിച്ചിലായിട്ട് പിന്നെ അതപ്പുറത്ത് തോടെത്തി. ആ കുളത്തിൻ്റെ അടുത്തുള്ള ഒരു തോടാട്ടത്. അങ്ങനെ തോട്ടിൻ്റെ അക്കത്തിങ്ങനെ നിന്നപ്പോൾ അവിടുന്ന് ഓളെ കെട്ടിച്ചെടുത്തുനിന്ന് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ, പാടത്ത് കൂടി ഒറ്റയ്ക്ക്. ഓളോട് ഞങ്ങളോട് വരാറിനീന്ന്. ഞങ്ങളെ കാണാനായിട്ട് ഓള് പകുതിക്കൊക്കെ എത്തിക്കണം കേട്ടോ. പിന്നെ ഓളെ കാത്തിക്കുന്നു, ഓളാ വരുന്നുണ്ട് അതൽക്കന്ന് ഓളെ കാത്തിങ്ങനെ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പം ഇനി അങ്ങോട്ട് വെറുതെ പോകണ്ടല്ല, ഓൾ ഇങ്ങോട്ട് എത്തുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ സ്റ്റക്കായിട്ടാണ്. അങ്ങനെ പിന്നെ ഈ പാലത്തമ്മ കയറാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ധൈര്യമുള്ളവരാരാച്ചാൽ ഈ പാലത്തമ്മ കൂടി പോയി പറഞ്ഞിട്ടാ. അങ്ങനെ ആദ്യം അമ്മേൻ്റെ കുട്ടി പോയിട്ടാണ് അവിടെ നിന്ന് ഡാൻസ് കളിച്ചേട്ടാ. അത് കണ്ടപ്പോൾ മിതു അതാ ഫാനൊക്കെ മാടി പിടിച്ച് ഓനും പോകണേട്ടാ. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി പോയി. രണ്ടാളും അവിടെ എത്തിയിട്ടാ. അപ്പം ഇച്ചൊരു പൂതിയിട്ടപ്പോൾ അത് കണ്ടപ്പോൾ അമ്മേൻ്റെ മോള് പാഞ്ഞി വണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓൾക്കും കാരണം ഓലൊക്കെ വീടാ താഴത്ത കല്ലുമേറ്റ തല വെച്ച് പൊട്ടിയാലേ ഞാൻ സമാധാനം പറഞ്ഞു തരും. അപ്പോൾ ഓളോട് മരിയൊക്കെ അവിടെ നിന്നാറിട്ട് ഓളെ ഭീഷണിപ്പെടുത്തി അവിടെ തന്നെ നിർത്തിയിട്ടാ. അങ്ങനെ പിന്നെ മിതു അത് മാടി പിടിച്ച് തിരിച്ചും കൊണ്ട് തന്നെ വരുന്നിട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും വേണം പോകാറിട്ട്, ഞാൻ വലിയ ആളായി പോകട്ടെ, എനിക്ക് ചെരുപ്പിട്ട് പോകാനുള്ള ധൈര്യമില്ല. അപ്പം ഞാൻ ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ടാ, കാരണം ആ ചെരുപ്പ് എങ്ങനെയാലും തെന്നിയാൽ ആ എടുക്കണാറ്. പിന്നെ തലയുണ്ടാവില്ല, തലച്ചോറുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത്തരം കാര്യമായിട്ടൊന്നും ഇല്ല. എന്നാലും നല്ല തലച്ചോറ് വെറുതെ കളയണ്ടല്ല. അങ്ങനെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇങ്ങനെ കെടാട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. എൻ്റെ പോക്കണ്ടാ തോന്നുന്നു ഞാൻ സ്ഥിരം ഇമ്മ തന്നെ ഇരുന്നല്ല. അങ്ങനെ അല്ല കേട്ടോ, എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിന്ന്. പിന്നെ പുറത്ത് കാണിച്ചാൽ പറ്റൂലല്ലോ, മാനം പോയില്ലേ. പിന്നെ ധൈര്യം കാണിച്ചിട്ട് എന്തായാലും അപ്പുറം ഇപ്പുറമൊക്കെ പോയി വന്നിട്ട്. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ മുട്ടി തിരിഞ്ഞൊക്കെ നിന്ന് പിന്നെ അങ്ങനെ പോന്നിട്ടത്. പോരുന്ന വൈക്കതാണ് അവസ്ഥ. പാടത്തൊക്കെ വെള്ളം കയറിയിട്ട് ആകെ വള്ളക്കളിയായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് ആകെ ചളിവെള്ളമായിക്കണം. നല്ല തണുത്ത വെള്ളമാട്ടോ. അതാട്ടോ നല്ല സുഖം. മീനാളും ഉണ്ട്, നല്ല സുഖമായിട്ട്. അങ്ങനെ പിന്നെ ആ വള്ളത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൊണ്ട് പോകുന്നാൽ പിന്നെയും ചളിപ്പിടിയാവും, പിന്നെയും വെള്ളമാവും. അങ്ങനെ പക്ഷെ രസമാണല്ലോ ചളിപ്പിടിയിലൊക്കെ ഇങ്ങനെ ചവിട്ടി നടക്കുമ്പോൾ ഒരു രസമാണ്. നമ്മൾ ഈ പെരൻ്റെ ഉള്ളിൽ നിന്ന് കുറേ പെരൻ്റെ ഉള്ളിലിരിക്കും, പിന്നെ നമ്മൾ പുറത്തിറങ്ങണമെങ്കിൽ വണ്ടി മേക്കാറ്. ഈ രസം എന്താണെന്ന് നമ്മൾ കുറേ കാലത്തിന് അറിയുന്നില്ലല്ലോ, പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞതിന് ശേഷം. നമ്മൾ ഈ വണ്ടിമ്മ പോക്കും വരവല്ലാതെ വേറൊന്നും ഇല്ലല്ലോ. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ തന്നെയല്ലേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ പോകുന്നിട്ടോ. ഈ തെളിവെള്ളം കണ്ടോ, നമ്മൾ നടക്കുമ്പോൾ അത് ചളിവെള്ളമാവും. അങ്ങനെ ഇപ്പോൾ കണ്ട എൻ്റെ ഒക്കെ ഒരവസ്ഥയെ. ഞാൻ ഇതിൻ്റെ പോലെ ആരെങ്കിലും ഉണ്ട് അതേമാതിരി പുതിയ ചെരുപ്പൊക്കെ ഇട്ടിട്ട് പാടത്തൊക്കെ പോണേര് ചെരുപ്പ് പൊട്ടിക്കിട്ടാൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ട. പിന്നെ എന്താ സംഭവം വെച്ചാൽ ഞങ്ങൾ കുറേ കഴിഞ്ഞിട്ട് വന്നിട്ട് എന്താന്നാവട്ടെ നല്ലൊരു മഴ പെയ്ത്, അതാണ് പണി തന്നത് കിട്ടുക. കാരണം മഴ പെയ്തപ്പോൾ ആകെ ചളിപ്പിളിയായി. പിന്നെ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മഴ ഒന്നും കൂടെ അമർന്നപ്പോൾ ഞങ്ങൾ ഓളെ കൊണ്ടുവരാൻ പോവുകയും ചെയ്ത്. പിന്നെ അപ്പുറത്ത് തോട് ഇപ്പുറത്തെ കുളം, ഈ കുളത്തിൽ ഇറങ്ങരുത് എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ നേരം വിപരീതേ ചെയ്യുള്ളൂ. അത് ചെയ്യുമ്പോഴല്ലേ നമുക്കൊരു മനസ്സുഖം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ മഞ്ഞൊക്കെ ഇവിടുത്തെ സ്ഥിരം ആളാട്ടാ, ഓലെ പെരഞ്ഞെടുത്താണ് ഈ കുളം. അങ്ങനെ ഇവളെ കെട്ടിച്ച അയൽവാസി തന്നെയാണ് ഈ മഞ്ഞ, അതായത് ഉമ്മാൻ്റെ അമ്മേൻ്റെ പേരക്കുട്ടിയാണത്. അപ്പോൾ ഓൾക്കാണ് വഹിച്ചുള്ള പറഞ്ഞിട്ട് ഓളെ കൂട്ടി വന്നിക്കുക. ഓള് മുന്നിൽ കുളത്തിൽ ഇറങ്ങിക്കണം കേട്ടോ. പിന്നെ ബാക്കിയുള്ളവർ നോക്കിക്കൂലല്ലോ, എല്ലാവരും കുളത്തിൽ കണ്ട് ഇറങ്ങിയിട്ടാ, പിന്നെ ഒന്നും നോക്കിയില്ല. അങ്ങനെ പിന്നെ ഞങ്ങളപ്പം വന്ന് ഞങ്ങൾ പിന്നെ പോട്ടേന്നൊക്കെ ഉമ്മാൻ്റെ അനിയത്തി ഓളൊക്കെ ഇറങ്ങിക്കണം കേട്ടോ. സത്യം പറഞ്ഞാൽ ആരും പെരയിൽ പോയി പറഞ്ഞിട്ടില്ല കേട്ടോ കുളത്തിൽ ഇറങ്ങിയത്. പെരയിൽ പോയി പറഞ്ഞാലോ ഒന്നിൻ്റെ തല ഉണ്ടാവില്ല കേട്ടോ, തല കൊത്തി പറിച്ചു. അതുകൊണ്ട് പിന്നെ ആരും പെരയിലും ഉണ്ടാൻ പോയിട്ടില്ല കേട്ടോ. അതെന്താ സംഭവിച്ചാൽ പെരയിൽ നിന്ന് കുറേ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു തന്ന് കുറേ ക്ലാസ്സൊക്കെ എടുത്തിട്ടാണ് ഞങ്ങളെ വിട്ടിരിക്കുന്നത്. ഞങ്ങളോടാ കളി ചെയ്യരുതെന്ന് പറഞ്ഞതേ ഞങ്ങൾ ചെയ്യുള്ളൂ. ഒക്കെ വെള്ളത്തേക്ക് ഇറങ്ങിയിട്ടാ. പിന്നെ സമാധാനമൊന്നുമില്ല, ഒന്ന് നീന്തായിട്ട്. പിന്നെ ഇപ്പം നഞ്ഞുറ്റി പോയാലേ എന്തായാലും കൗത്തിൽ തല ഉണ്ടാവില്ല എന്നറിയാം. അതുകൊണ്ട് പിന്നെ ആരും നീന്തി കുളിച്ചാനൊന്നും നിന്നില്ല കേട്ടോ. എല്ലാവരും ഒന്ന് കാലൊക്കെ നനച്ച് പോകുന്നു. പറഞ്ഞതിൻ്റെ വിപരീതമല്ലേ നമ്മൾ ചെയ്യുള്ളൂ. ഇറങ്ങരുതെന്ന് പറഞ്ഞ് വെള്ളത്തിൽ പോയി കാല് കുത്തിപ്പോകുന്നത്. അങ്ങനെ പിന്നെ എന്തായാലും ഇവിടെ ഞാൻ ഒരാളെ ഏൽപ്പിച്ചിരുന്നിട്ടാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ആരെ വെച്ചാൽ നമ്മളെ ഐഫോണിൽ തന്നെ നിന്നിട്ടാണ് ഏൽപ്പിച്ചിരുന്നത്. അങ്ങനെ ഞാനും ഓലെ വിറ്റാലെ പാഞ്ഞ് പോയിട്ടാണ്. അങ്ങനെ പിന്നെ ഓലൊക്കെ മുന്നിൽ പോയിക്കണം കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഇത് എടുക്കാൻ പോയിട്ട്. അതെന്താ വെച്ചാൽ ഇതിൻ്റെ പേരൊന്നും വെച്ചറിയില്ല. ഞങ്ങൾ കുട്ടികളെ ഇന്ന ടൈമിലൊക്കെ ഇങ്ങനെ തിന്നടന്നിരുന്നിട്ടാണ്. നല്ല ഡ്രസ്സാട്ടത്.
ഇങ്ങനെ രസം വെച്ചാൽ അങ്ങനെ ഒരു രസം. പണ്ട് ഇതൊക്കെ എന്നിട്ട് മദ്രസ സ്കൂൾക്കൊക്കെ പോകുമ്പോൾ നുള്ളി പെറുക്കി തിന്നിന്നതൊക്കെ. പിന്നെ പോകുമ്പോൾ അത് കൂന് കണ്ടിട്ട് എനിക്കാണെങ്കിൽ കൂന് ഭയങ്കര ഇഷ്ടമാട്ടോ. പക്ഷെ ഇതെന്ത് കൂനാന്നൊന്നും അറിയില്ല. അല്ല ചെയ്ത്താൻ കൂനാണോ എന്ത് കൂനാന്നാവട്ടെ. ഞാൻ പറഞ്ഞു അതാ കൂന് പറഞ്ഞിട്ട് മഴ ഇടിയൊക്കെ ഉണ്ടായിട്ടേ അങ്ങനെ ഇത് ഒരു കൂനാണ്. പക്ഷെ തിന്നാൻ പറ്റണ കൂനൊന്നുമല്ല കേട്ടോ, വേറെ എന്തോ ഒരു കൂനാണ്. അപ്പം ഞാൻ ആ കൂനൊക്കെ എടുത്ത് ഇങ്ങനെ കളിച്ചപ്പോൾ ഓല് എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു കൂനാ. അപ്പോൾ കൂനെ പെറുക്കാൻ വേണ്ടി വന്നവരട്ടത്. അപ്പോൾ ഓൾക്ക് കിട്ടിയ കൂനും അതിൻ്റെ മുട്ടവും സാധനങ്ങളൊക്കെ എൻ്റെ കൈക്കൊക്കെ ഇങ്ങനെ തരിയെന്നിട്ട് ഞാൻ വീഡിയോ എടുക്കണുണ്ടപ്പോൾ ഓല് എനിക്ക് സഹകരിച്ച് തരികയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ തിന്നാൻ പറ്റണ കൂനാണെങ്കിൽ എത്ര നന്ന്. ഞാനൊക്കെ ചെറിയ കുട്ടി ചെയ്യുന്ന ടൈമിലാട്ടോ കൂന് തിന്നിക്കണം, പിന്നെ തിന്നിട്ടില്ല. അങ്ങനെ ഓരോ ഫോട്ടോസും വീഡിയോസുകളും ഒക്കെ കാണുമ്പോൾ ഇപ്പോൾ ഈ ഇടി കിട്ടുന്ന ടൈമൊക്കെ ആകുമ്പോൾ യൂട്യൂബ് തുറന്ന് കൂനാൾ തന്നെ ഉണ്ടാവും. കാണുമ്പോൾ എല്ലാം കൂതിയാം. പിന്നെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ, കിട്ടാനും വേണ്ടേ വിധി ഇല്ലാത്തതിന് പിന്നെ സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല. കിട്ടിയ കൂന വള്ളത്തേക്ക് എറിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നിട്ടാ. അപ്പോൾ ഞാൻ അടുത്ത പിറ്റങ്ങളൊക്കെ അടുത്തിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു ചെയ്ത്താൻ കൂനേക്കാരം നമുക്ക് എന്തെങ്കിലുമൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ നുണയും പറഞ്ഞിട്ട് ഓരോ കൈകളും കൂടി അവിടെ ഇടിച്ചിട്ടാ. അങ്ങനെ പിന്നെ പെരയിലേക്ക് എത്തിയിട്ട് ഞങ്ങളപ്പം പോകുന്നവരൊക്കെ പെരയിൽ എത്തിക്കണേ. ഞങ്ങൾ പിന്നെ കൂനൊക്കെ പറിച്ചാൽ നിന്ന് അതിൻ്റെ ഇടയിൽ മഴ ചാറിയപ്പോൾ വേഗം വണ്ടി പോന്നിട്ട്, അല്ലെങ്കിൽ മഴ ചാറിയോട് മാത്രം പോന്നിട്ട്, അല്ലെങ്കിൽ ആ കൂനും പറിച്ചങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അല്ല ചീത്ത കൂന എന്താന്നാവട്ടെ. പിന്നെ എല്ലാവരും പെരനുള്ളിൽ കയറിയിട്ടാ. അപ്പോൾ അതവിടെ കൊലയുമ്പോൾ എല്ലാം കടന്നുറങ്ങാട്ടാ. പിന്നെ ഞാൻ എല്ലാവരും പെരനുള്ളിൽ കയറിയപ്പോൾ ഞാൻ പിന്നാമ്പുറത്ത് കട്ട് വന്നിരിക്കുന്ന പോലെ പിന്നാമ്പുറം മുഴുവൻ ഇങ്ങനെ പാടട്ടെ. നല്ല രസമാട്ടോ അവിടെ. ഇതിൻ്റെ ആ ആ പെര നിൽക്കുന്ന തലക്കൊരു തോടൊക്കെ ഇട്ട് ആ തോട്ടിലൊക്കെ പോക്കിട്ട് ഞങ്ങൾ ഇപ്രാവശ്യം പിന്നെ ഒന്നും പോയിട്ടില്ല കേട്ടോ. ആകെ ചടുപ്പിലേക്ക് ആയ കാരണം. പിന്നെ കുട്ടികൾക്കായാലും എൻ്റെ കൂടെ പോന്നാൽ മതി. കാരണം ഞാൻ അതേമാതിരി ഇങ്ങനെ തെണ്ടി നടക്കും. ഓൾക്കിപ്പോൾ അങ്ങനത്തെ അല്ലേ ഇഷ്ടം, വെള്ളത്തിൽ കളിച്ചാൽ തെണ്ടി നടക്കാനൊക്കെ. അപ്പോൾ കുട്ടികൾക്ക് ഇന്നെ ആയാൽ മതി കേട്ടോ. അങ്ങനെ പിന്നെ ചെന്നപ്പോൾ ഒരു ചോറൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. എനിക്കാണല്ലോ എൻ്റെ ഉമ്മാൻ്റെ കൂടി പോകാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഞങ്ങൾ പറയലെന്താ എന്താ വെച്ചാൽ ചുങ്കത്തൊക്കെ പോകാമെന്നാട്ടോ. അതുപോലെ പെര എവിടെ വെച്ചാൽ പുത്തൻതാണി വെട്ടിച്ചിറ അവിടെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെട്ടിച്ചിറക്കൊന്നും പോകണം, ഉള്ളേരിക്കും എന്തോ ആണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ എല്ലാ അടിപൊളി ചിക്കൻ കറിയും പിന്നെ പയറുപ്പേരിയും പപ്പടമൊക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ അവിടുത്തെ ചിക്കൻ കറി ഭയങ്കര ഇഷ്ടമാട്ടോ. അതുപോലെ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും എനിക്ക് നല്ല ഇഷ്ടമാട്ടോ. ചിലർക്ക് നല്ല കയ്പ്പില്ലേക്കാരം. എന്നാൽ മധുരമായിട്ട് അവിടുത്തെ അമ്മായി എങ്ങനെ കറി വെച്ചാലും എനിക്ക് ചിക്കൻ കറി ആട്ടോ ഇഷ്ടം. പിന്നെ എൻ്റെ ഉമ്മാക്ക് ആ അമ്മായിൻ്റെ മുളക് കറിയൊക്കെയാണ് ഇഷ്ടം കേട്ടോ. അതായത് മീൻ മുളകിട്ട് വെച്ച മുളക് കറി അതാട്ടോ ഇഷ്ടം. എനിക്ക് പിന്നെ അവിടെ പോയാൽ ചിക്കൻ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു കൂട്ടാനും വേണ്ട. ചിക്കൻ കൂട്ടാൻ കൂട്ടിയിട്ട് വള്ളർച്ച് ചോറ് കേട്ടോ. അങ്ങനെ പിന്നെ ചോർത്തിയിട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ലാലുവിനെ കൊണ്ടുവരാൻ വന്നിട്ടാ. വൈകുന്നേരം ഉച്ചക്ക് വരും എന്ന് പറഞ്ഞ ആളാണ്. പെരേക്ക് എത്തിയപ്പോൾ 4:30-5 മണിക്കായി തുടങ്ങിയിരിക്കണം കേട്ടോ. അങ്ങനെ പിന്നെ ലാലുവിൻ്റെ കൂടെ പിന്നെ ഇങ്ങോട്ട് തിരൂർക്ക് പോകുന്നു. മനല്ല മനസ്സോടെ ആയിട്ടാണ് പോകുന്നത്. കാരണം എൻ്റെ കൂടെ വന്നവരൊക്കെ അവിടെ തന്നെ നിൽക്കുന്നത്. കാരണം ഓലൊക്കെ പാങ്ങൾക്ക് തിരിച്ചു പോകും. പിന്നെ ലാലു കൊണ്ടുവരാൻ വരാറുണ്ടല്ലേ തിരൂർക്ക് പോരാൻ. പിന്നെ പോരല്ലാതെ നിവൃത്തിയില്ല വെച്ചിട്ട് മനല്ല മനസ്സോടെ രണ്ട് മനസ്സും കരുതി അവിടെ പോകുന്നു. അങ്ങനെ പോന്ന് പിന്നെ ഞങ്ങൾ ചെമ്പ്രവട്ട പാലത്തത്. അപ്പോൾ ലാലു എന്നോട് അറിയുന്നു പൊടുക്കയിലൊക്കെ കറങ്ങാൻ പോകാമെന്ന് അറിയുന്നിട്ടാ. അങ്ങനെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ എടുക്കുക പോകുന്നത് വെച്ചാൽ ഒരു കൂസലൊന്നും ഇല്ല. ചെറിയൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു കർമ്മ റോഡ് പോകാനിട്ട്. കാരണം ഞങ്ങൾ എന്ന് കർമ്മ റോഡ് പോയോ അന്ന് ഇതേമാതിരി എന്താ പറയുക എത്തോ ഇല്ലാതെ തിരിച്ചിങ്ങോട്ട് തന്നെ പോരും അങ്ങനെയൊക്കെ കേട്ടോ. കാരണം ആ നേരത്തേക്കാരെ ഞങ്ങളെ പോക്കേ. അങ്ങനെ പിന്നെ എന്തായാലും ഉണ്ട്. പിന്നെ ചെന്നപ്പോൾ ചെറിയ മയക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, രണ്ടും കൽപ്പിച്ചിട്ടുണ്ട് പോയിട്ടാ കർമ്മ റോട്ടിക്ക്. അങ്ങനെ അതുകൊണ്ട് അങ്ങോട്ട് എത്തി. അല്ലെങ്കിൽ കാണാൻ വെച്ചാൽ ഭയങ്കര മടിയാട്ടെ. കുറേ ടൈമിൽ ഇങ്ങനെ വണ്ടിയിൽ ഇരുന്നിട്ടുള്ള, അതായത് നമ്മൾ പോയ സ്ഥലത്തേക്ക് തന്നെ പിന്നെ ഇങ്ങനെ പോകുമ്പോൾ വലിയ രസമില്ലല്ലോ. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ പറയുമ്പോൾ ഉണ്ണിയാലൊക്കെ പോവാറിട്ടാ. ആ ഉണ്ണിയാൽ ബീച്ചിക്ക് അങ്ങനെ ഈ പോക്കുണ്ടാവുന്നത്. കാരണം ലാലുവിന് ഞായറാഴ്ച എവിടേക്കെങ്കിലൊക്കെ ആയിട്ട് പോകേണ്ടി വരും. എനിക്ക് മൂടില്ലാത്ത ദിവസമാണെങ്കിലും എന്നോട് റെഡി വീഡിയോ എടുക്കണം, നമുക്ക് അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് സോപ്പിട്ട് മയക്കി അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ പിന്നെ കുറേ ടൈം ഈ പോയ സ്ഥലത്തേക്ക് തന്നെ കുറേ ടൈം വണ്ടി ഇരുന്ന് പോകാൻ മടിച്ചിട്ട് ഞാൻ പറയും നമുക്ക് ഉണ്ണിയാലുമൊക്കെ പോകാം. എന്നിട്ട് ലാലുവിന് പിന്നെ ഒന്നങ്ങ് കോഴിക്കോട് ബീച്ചിൽ പോകണം. അങ്ങനെ എനിക്കാണല്ലോ കോഴിക്കോട് ബീച്ചിൽ പോകണം കണ്ണിൻ്റെ നേരെ കണ്ടുവിടട്ടോ. എന്ത് സംഭവിച്ചാൽ നമ്മൾ തിരൂരിന്ന് അത്രയും നേരം യാത്രയൊക്കെ ചെയ്ത് അവിടെ പോയാൽ ഇപ്പോൾ കാണാനുള്ളത് ഈ കടൽ തന്നെയല്ലേ. അപ്പം ഞാനത് പറയട്ടെ. പിന്നെ അവിടെ പോയാൽ ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ പലരും വാങ്ങി തിന്നണം എന്നൊക്കെ കരുതും. പക്ഷെ അവിടെ എത്തുമ്പോൾ എനിക്കൊന്നും വേണ്ടി വരില്ല. അപ്പം ഞാൻ പറയും മലക്കാളെ മാതിരി വെറുതെ വണ്ടിമേൽ കയറിയിരിക്കാനാണ് അറിയട്ടെ. കാരണം ഒരു മുതൽ വെച്ച് തിന്നാൻ പറ്റില്ല. അതായത് അവിടെ എത്തുമ്പോൾ ഒന്നും തിന്നാൻ വേണ്ടി വരില്ല, തിന്നൂല്ല, വേവിച്ചില്ല. അവിടെ എനിക്ക് അപ്പം പെരയ്ക്ക് വരാട്ടെ. അങ്ങനത്തെ ഒരു സ്വഭാവം കേട്ടോ എനിക്ക്. അപ്പോൾ ലാലുവിനോട് അറിയട്ടെ അന്ന് എന്ന് കോഴിക്കോട് ബീച്ചിൽ കൊടുന്ന് അന്ന് തല്ലേക്കാരെന്ന് പറയും. കാരണം അവിടെ ഇല്ലാതൊക്കെ പെരയ്ക്ക് വരേണ്ടി വരും. അത് പോണ വൈക്കുന്ന ഞങ്ങൾക്കൊരു പരസ്യമൊക്കെ തന്നിട്ടാ. ആ ബൊമ്മ ആ പരസ്യമൊക്കെ കൈക്കെ പിടിച്ചിട്ട് പിന്നെ ലാലു പറയുമ്പോൾ കുറച്ച് നേരം ഇവിടെ നിൽക്കാറുണ്ട്. ഈ കോഴിക്കോട് ബീച്ചിൽ കാണാൻ മാതിരി ഇവിടെ ഒന്ന് തല്ലൂടില്ല അറിയട്ടെ. കാരണം തന്നെയാണ് നമുക്ക് തന്നെയാണ് പരസ്യം ഇതാട്ടാ. അവിടെ എത്തിയാൽ എനിക്ക് പെരയ്ക്ക് വരണം. അത് എവിടെ പോയാലും അങ്ങനെ തന്നെ കേട്ടോ. അതായത് നമ്മൾ കണ്ട സ്ഥലങ്ങളൊക്കെ എവിടെ പോയാലും എനിക്ക് തിരിച്ച് വേഗം പെരയ്ക്ക് എത്തേണ്ടി വരും.
നമ്മൾ കാണാത്ത സ്ഥലത്തൊക്കെ പോയാൽ അങ്ങനത്തെ കുഴപ്പമില്ല കേട്ടോ. ഇതൊക്കെ പിന്നെ ഇടക്കും നിലക്കൊക്കെ ഇങ്ങനെ വന്നിട്ടേ കർമ്മ റോട്ടിൽ പിന്നെ അങ്ങനെ വരലില്ല കേട്ടോ. ഉണ്ണിയാലുങ്ങൾക്ക് പിന്നെ എപ്പോഴും അടുത്ത് തന്നെ കേട്ടോ. എല്ലാ ഞായറാഴ്ച വല്ല തറവാട്ടുകൾ സന്ദർശിക്കുന്ന മാതിരിയായിട്ട് ഞങ്ങൾ ഉണ്ണിയാലുങ്ങൾ നീച്ചു വരുന്ന നേരം ഉണ്ടാവില്ല കേട്ടോ. എപ്പോൾ തിരൂർ അങ്ങാടിക്ക് ഇറങ്ങിയോ അപ്പം ഇങ്ങനെ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ണിയാലുങ്ങൾക്ക് പോകും. അങ്ങനെ പറഞ്ഞ് എന്തായാലും അവിടെ ഇങ്ങനെ ബോട്ട് സർവീസ് ഉണ്ടായിരുന്നിട്ടാ. അപ്പോൾ ഞാനാണെങ്കിൽ ഇതുവരെയായിട്ട് ബോട്ടിലൊന്നും കയറിയിട്ടില്ല കേട്ടോ. തോണിയിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കയറിയിരിക്കുന്നത് ഞങ്ങൾ ചെറിയ കുട്ടിയിൽ നിന്ന് എൻ്റെ വല്യമ്മാൻ്റെ ഒരു കുടുംബം ഉണ്ട് കേട്ടോ. പാണക്കാട് അവിടെ ഓലെ പെരൻ്റെ നേരെ താഴെ പുഴ കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ഇതേമാതിരി തോണിയൊക്കെ ഇങ്ങനെ നിർത്തിയിടുമല്ലോ, നിർത്തിയിട്ട് ആ തോണി കയറിയതാട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കയറിയിരിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ ലാലുവിൻ്റെ എളിയമ്മാൻ്റെ പെരൻ്റെ അവിടെ ഉണ്ട് പുറത്തൂര് കേട്ടോ. അതായത് നമ്മൾ കൂട്ടായിക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ. ആ പുഴ കായലെന്തോ സംഭവം ഈ തോണി കയറിയിട്ട് നമുക്ക് കൂട്ടായിക്ക് പോവാം. എനിക്ക് അങ്ങനെ പറയാൻ അറിയുള്ളൂ കേട്ടോ. എന്താ സംഭവം എനിക്കറിയില്ല. അങ്ങനെ എന്തായാലും അങ്ങനെ കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ബോട്ട് കണ്ടപ്പോൾ ഞാൻ ലാലുവിനോട് ചോദിച്ചു, എന്നും ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ബോട്ട് സർവീസ് ഇങ്ങനെ കാണുമ്പോൾ പൂതി ഉണ്ടാവലുണ്ട്, പക്ഷെ നേരം ഉണ്ടാവില്ല. എന്നിട്ട് പിന്നെ ഏതെങ്കിലും നേരമൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ. അപ്പോൾ ലാലുവിനോട് ചോദിച്ചപ്പോൾ ലാലു കയറാമെന്നും പറഞ്ഞു. പിന്നെ രണ്ടും കൽപ്പിച്ച് അതിൻ്റെ ഉള്ളിൽ കയറി. പിന്നെ ഓല മറ്റേ സംഭവങ്ങളൊക്കെ നമുക്ക് ഇടാൻ തന്ന്. പിന്നെ ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും വേണ്ടാറട്ടെ, കാരണം എനിക്ക് നീന്താൻ അറിയും. അപ്പോൾ ലാലു അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഇടൽ നിർബന്ധമാണ് പറഞ്ഞിട്ടാ. എനിക്കാണല്ലോ അത് ഇടാൻ മടിയിട്ടാ. കാരണം ഇത് ഇടുമ്പോൾ കാണാൻ വല്ല ബലൂണ് കുപ്പിച്ച മാതിരി നമ്മളങ്ങോട്ട് വലിയ സാധനമായിട്ട് നമുക്ക് തന്നെ തോന്നിട്ട് എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയാണല്ലോ അത് ഈ സംഭവം കണ്ടിട്ടാൽ. കാരണം അതിങ്ങനെ എന്തെന്നറിയാം, കാരണം ശരിക്കും ഒരു ബലൂണിൻ്റെ ഉള്ളിൽ നമ്മളെ നിറച്ചിച്ചെന്നൊക്കെ ഒരു അവസ്ഥ കേട്ടാ. ഒരു പൊള്ളച്ചോണേക്കാരം. അങ്ങനെ പിന്നെ അതൊക്കെ ഇട്ടിട്ട് പിന്നെ ഞങ്ങൾ എന്തായാലും മേലേക്ക് കയറിയിട്ടാ. താഴത്ത് ഇരിക്കൊണ്ട് മേലെ ഇരിക്കണം. മേലെ ഇരുന്നാൽ പിന്നെ നല്ലപോലെ നമുക്ക് കാഴ്ചകളൊക്കെ കാണാമല്ലോ. അങ്ങനെ വേണ്ടിയിട്ട് ഞങ്ങൾ മേലേക്ക് കയറിയിട്ടാ. ചെന്നപ്പോൾ ഞങ്ങൾക്ക് സീറ്റും ഇല്ല. ശരിക്കും നമ്മളങ്ങനെ സീറ്റ് ഇതാക്കി വെച്ചാൽ അതായത് ഈ ബോട്ടിലുള്ള സീറ്റിലൊക്കെ തന്നെ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ള സീറ്റിലുള്ളവരൊക്കെ അതാ തിരിച്ച് നിൽക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ ഏതെങ്കിലുമൊക്കെ അരുവിൽ മുക്കിലൊക്കെ ഒട്ടിപ്പിടിച്ച് നിൽക്കാച്ചിട്ട് ഞങ്ങൾ പിന്നെ ഒരു ഭാഗത്ത് പോയിട്ട് അവിടെ നിന്നിട്ട്. അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഒരു പൊലിവുണ്ട്. കാരണം എന്താ വെച്ചാലും ആദ്യമായിട്ട് കയറല്ലേ, അതിൻ്റെ പൊലിവുണ്ടാവില്ലോ. അങ്ങനെ ആ പൊലിവിൽ ഇങ്ങനെ നിൽക്കാം കേട്ടോ. ലാലു ആണല്ലോ ഇതൊക്കെ എന്തെന്നുള്ള മട്ടത്തിലാട്ടാ. ലാലുവിൻ്റെ അങ്ങനത്തെ ഒരു കൂസലേ ഇല്ല കേട്ടോ. ഇച്ചാണല്ലോ ഭയങ്കര പൊലിവിട്ടാ. ഇതിങ്ങനെ പോക്ക് തുടങ്ങിയപ്പോൾ നല്ല രസം തോന്നുക. ഇങ്ങനെ ഇട്ട പിന്നെ ഇരിക്കാൻ സീറ്റും കൂടി കിട്ടിയെങ്കിൽ നല്ല സെറ്റപ്പ് ചെയ്തിട്ടാ. ശരിക്കും സീറ്റ് ഇട്ടില്ലടോ. ശരിക്കും ഇതിൽ നമ്മൾ ഇരുന്ന് പോകണം കേട്ടോ. ഞങ്ങൾക്ക് ഇരിക്കാൻ സീറ്റ് ഇട്ടില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ അതേമാതിരി കസാലൊക്കെ ഉണ്ട്. ആരപ്പം ഇത് പോണ നേരത്തെ അവിടെ ഇരിക്കാൻ പോകുന്നത്, ഞാനൊന്നും തീരെ ഇരിക്കൂല കേട്ടോ. പിന്നെ എൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ സീറ്റ് കിട്ടിയാലും ഞാൻ ഇരിക്കൂല. കാരണം അങ്ങനെയാണ്. ഇങ്ങനെ ഇമ്മാതിരി കാഴ്ചകളൊക്കെ കാണുമ്പോൾ എങ്ങനെ ഇരിക്കാൻ തോന്നുക. ഇരുന്ന് കാണാൻ എന്തായാലും തോന്നില്ല കേട്ടോ. നിന്നിട്ട് തന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് ഇങ്ങനെ പരക്കാൻ പായിരുന്നിട്ടാ. എന്താ സംഭവിച്ചാൽ ഈ കൂറ അരിച്ചിട്ടുള്ള മാതിരി കുറേ അവിടെ നിൽക്കും. പിന്നെ അവിടുന്ന് കുറേ ബാക്കൊക്കെ കുറേ മുന്നിൽ വരും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പായിരുന്നിട്ട്. അപ്പോൾ ലാലും അറിയുന്നിട്ട് അങ്ങനെ നടക്കല് ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കുക. പക്ഷെ എനിക്കാണെങ്കിൽ അവിടെ രസം തോന്നുമ്പോൾ അവിടെ പോയിട്ട് ഫോട്ടോ വീഡിയോ എടുക്കും. ഇവിടെ രസം തോന്നുമ്പോൾ ഇവിടെ വന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കും. ലാലിനോട് ഒരു പിരാന്തത്തി തന്നെയാണ് പറഞ്ഞിട്ടാ. അത് പറഞ്ഞതിലേ അത്ഭുതമുള്ളൂ. കാരണം എൻ്റെ കയ്യിലിരിപ്പ് അങ്ങനെയാണ്. എല്ലാവരും ഒതുങ്ങി നിൽക്കുക. ഞാനങ്ങനെയല്ല, കുറേ മുന്നിക്കും കുറേ ബാക്കൊക്കെ കുറേ അപ്പുറം നിൽക്കും, കുറേ ഇപ്പുറം നിൽക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി കളിച്ച് ചെയ്യുന്നുട്ടാ. അപ്പോൾ അതിനായിട്ട് ലാലുവിനോടാ പറയുന്നത്. അതിന് പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ എന്തായാലും ഞങ്ങൾ പകുതിക്കൊക്കെ എത്തിയിട്ട് അത് അടുക്കെത്തിയപ്പോൾ നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ മഴക്കാറുണ്ടായതുകൊണ്ട് വലിയൊരു ഇതില്ല, എന്നാലും ഒരു രസം. പിന്നെ ഇതേമാതിരി ഇങ്ങനെ നിൽക്കുന്നിട്ട് ഞങ്ങൾ അതിൻ്റെ നടുക്ക നിൽക്കുന്നിട്ടാ. അപ്പം ഞാൻ ലാലുവിനോട് അറിയാം ഇങ്ങോട്ട് നോക്കി പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് വീഡിയോസും ഇതൊക്കെ എടുത്ത് ഒക്കെ രസം. ഇങ്ങനെ കയറിയ പൊലിവല്ലേ. ലാലുവിന് പിന്നെ ഇതൊന്നും ഒരു പൊലിവില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ലാലു ഇതിലൊക്കെ കയറി ശീലമുള്ള ആളാണ്. ഞാൻ പിന്നെ ആദ്യമായിട്ട് കയറല്ല. അപ്പം ഇതിൻ്റെ പൊലിവും കടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതാണ് സംഭവം, വേറെ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ പോയി കുറേ തോണി അതും ഇതൊക്കെ ഉള്ളിടത്ത് എത്തിയിട്ടാ. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. ഇങ്ങനെ ഇതേമാതിരി ഇങ്ങനെയൊക്കെ നിർത്തിയിട്ടൊക്കെ ഇങ്ങനെ കാണുമ്പോൾ. പിന്നെ ഇതേമാതിരി സൂര്യസ്തമിച്ചിട്ടൊക്കെ ടൈമിൽ പോയാൽ അത് വേറൊരു രസം. ആകാശമൊക്കെ നല്ല ചുവന്ന കളറിലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ വേറൊരു രസം. പിന്നെ ഈ തോണി ഇതായിട്ട് അനാഥായിട്ട് നിൽക്കണം, പാവം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥ കേട്ടോ. അതൊക്കെ അവിടെ നിർത്തിയിട്ടൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ആട്ടോ എനിക്കൊന്നും ഇല്ല, അതിലൊന്നും ആളും മനസ്സിനൊന്നും ഇല്ല കേട്ടോ. പിന്നെ ആകാശമൊക്കെ കണ്ട നല്ല റോസ് കളറിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതിങ്ങനെ കണ്ടപ്പോൾ. നമ്മൾ പെരനുള്ളിൽ ഇരിക്കുമ്പോൾ ഇതൊന്നും അറിയില്ലല്ലോ. ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കളർ ചേഞ്ച് ആയി ഇങ്ങനെ വരുന്നുണ്ട്. നല്ല രസമുണ്ട്. റോസ് കാണും, പിന്നെ അവിടെ ഇവിടെയൊക്കെ നീല കാണും, പിന്നെ ഒരു ഓറഞ്ച് കാണും. അങ്ങനെ ഒരു പ്രത്യേക രസമായിട്ടാണ്. അങ്ങനെ പിന്നെ എന്തായാലും ഞങ്ങൾ കരക്കെത്താനായിട്ട് ഞങ്ങൾ എത്താനായപ്പോൾ ഇതാ വേറൊരു ബോട്ടും ആൾക്കാരും ഒക്കെ കൂടി അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് വരെ പോലെ അങ്ങോട്ട് പോകും. അങ്ങനെ വല്യമാരൊക്കെ പേടിച്ചിറുകിയിരിക്കുന്നുണ്ട്. എനിക്കൊക്കെ എന്തൊക്കെ എന്തെന്നുള്ള മട്ടാട്ട എനിക്ക്. എങ്ങനെ പിന്നെ ഞാനിങ്ങനെ
അവിടെ പാട്ടിട്ടിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ തുള്ളിയപ്പോൾ, അതായത് ഡാൻസൊന്നും കളിച്ചില്ല കേട്ടോ, അത് വേറെ കാര്യം. കൈയായിട്ട് ഇങ്ങനെ 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 ഇതാക്കിയപ്പോൾ ലാലുവിൻ്റെ കൈ കൂട്ടി പിടിച്ച് കയറിയിട്ട് ലാലു എഴുതിയിട്ടുണ്ട് ദത്തവൾക്ക് ഇളകിക്കൂടും എന്ന് പിന്നെ കളിയാക്കട്ടത്. പിന്നെ പോയി മുറുക്കി പിടിച്ച് കേട്ടോ. ഞാനിങ്ങനെ ആ കമ്പിയുമ്പോൾ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ തല്ലിയേനി. ഇനി നമ്മൾ പാട്ടാടുമ്പോൾ നമുക്കൊരു ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക രസമായിക്കാരല്ലോ, ഒന്ന് തുള്ളാനും ചാടാനൊക്കെ തോന്നില്ല. പക്ഷെ ആളുണ്ടല്ലോ, എനിക്കാണെങ്കിൽ ആളുണ്ടാകുമ്പോൾ തുള്ളിച്ചാടുന്ന സ്വഭാവം അത് ഭയങ്കര മടിയുള്ള സംഭവം കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ ആ കമ്പിയുമ്പോൾ ഇങ്ങനെ മേടിയപ്പോൾ ലാലുവിൻ്റെ കൈ കൂട്ടി പിടിച്ചതാട്ടത്. അങ്ങനെ പിന്നെ എന്തായാലും പറഞ്ഞ് ഞങ്ങൾ കരക്കെത്തിയിട്ട് 1 മണിക്കൂർ എന്തോ ആണ് തോന്നുന്നുണ്ട് കേട്ടോ അതിനുള്ളത്തെ യാത്ര. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കയറിയുകൊണ്ട് അതിൻ്റെ പൊലിവും കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിലും എല്ലാവരും ഇറങ്ങുമ്പോഴും എനിക്ക് ഇറങ്ങാനുള്ള ഇതൊന്നും കേട്ടോ. ഞാൻ അവിടെ തന്നെ നിൽക്കുന്നത് കേട്ടോ, എന്താ ബോട്ടിൻ്റെ മുതലാളി കേട്ടോ. അങ്ങനെ പിന്നെ ഇത് എപ്പോഴും തോണി എന്നാ തോണിയിലായിരുന്നു, ബോട്ട് കരയിൽ എത്തിയിട്ടാ. അങ്ങനെ എത്തി ഓരോരുത്തർ ഇറങ്ങാനുള്ള പുറപ്പാടാട്ടോ. സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഊരി വെക്കൽ തുടങ്ങിയിട്ട് ആ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഊരൽ തുടങ്ങി. ഞാൻ ഊരണമൊന്നുമില്ല, എനിക്ക് ഇറങ്ങണം എന്നുള്ള കൂട്ടേ ഇല്ല കേട്ടോ. ലാലൊക്കെ ഊരി വെച്ചിരിക്കുന്നു. ഒപ്പം ഉള്ളവരൊക്കെ ഊരി വെച്ച് ഇറങ്ങൽ തുടങ്ങി താഴത്തേക്കും. ഞാൻ ആ നിന്നിടത്തൊന്നും അനങ്ങിയിട്ടില്ല കേട്ടോ. ഒന്നും പറയാൻ കിട്ടുന്നില്ലല്ലോ. ജാക്കറ്റോട്ടോ ഊരിയിട്ടുമില്ല, ഇക്കോട്ടോ ആട്ടോ എനക്കില്ല. അവിടെ നിന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് നിൽക്കട്ടെ. അപ്പോൾ എനിക്ക് കാര്യമായിട്ടുള്ള പരിപാടി എന്താ വെച്ചാൽ ഇതുപോലെ എങ്ങനെയാണ് അങ്ങോട്ട് വെക്കണത്, എങ്ങനെയാണ് ഇത് പോണ്, അതൊക്കെ ആയിട്ട് ഞാൻ നോക്കണത്. ഇവരൊക്കെ ആണെങ്കിലും ഇറങ്ങണം തിരക്ക്. ഞാനിത് എങ്ങനെയാണ് ഇങ്ങനെ, അതായത് നമ്മൾ ഇനി ബോട്ട് അടുപ്പിച്ചിട്ട് ഇങ്ങനെ കരക്കൊക്കെ എങ്ങനെയാണ് ഇത് കയറാനുള്ള പാലം ഒരു സെറ്റപ്പ് ആക്കണതൊക്കെ ആയിട്ടായിരുന്നു എൻ്റെ നിരീക്ഷണം. അങ്ങനെ പിന്നെ എല്ലാവരും പോയി. പിന്നെ ഞാൻ ഒറ്റക്കായിട്ടാണ്, ഞാനും ലാലും ഒറ്റക്കായിട്ട്. ഓലൊക്കെ അത് അവിടെ എത്തിക്കണം കേട്ടോ, ഇറങ്ങണ സ്റ്റെപ്പിൻ്റെ അവിടെ എത്തിക്കണം. ലാലും ഇറച്ചിങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ എൻ്റെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഊരി വെച്ചിട്ടാണ്. അങ്ങനെ പിന്നെ മനമെല്ലാം മനസ്സോടെ പോരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇറങ്ങണം അങ്ങനെ നോക്കി നിൽക്കുന്നു കേട്ടോ. ഞാൻ എല്ലാവരും ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ എൻ്റെ നൃത്തം. അങ്ങനെ പിന്നെ എന്തായാലും അവിടുന്ന് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. പിന്നെ അത് അത്യാവശ്യം നല്ല തിരക്കായിട്ടായി, ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ടേ. വണ്ടിയുണ്ട്, തിരക്കുണ്ട്, ആൾക്കാരുണ്ട്, കുട്ടികളുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ പോകണ വൈക്കാട്ടെ ഈ ഒരു സംഭവം കണ്ടത് എന്താണെന്നറിയോ, സെൻറ്റുകളൊക്കെ ഇട്ടാൽ പലതരം അത്തർ സെൻറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ആയിട്ട് ചെമ്പകത്തിൻ്റെ സെൻറ്റിന് വേണ്ടി നടക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെമ്പകത്തിൻ്റെ സ്മെല്ല്, അതുപോലെ മുല്ലപ്പൂവിൻ്റെ ഇട്ടാൽ. പക്ഷെ മുല്ലപ്പൂവിൻ്റെ ഓവറായി എനിക്ക് തലവേദന ആയിക്കാരട്ടോ. ഞാൻ ഈ വേങ്ങിക്കണമെന്നല്ലേ ഉള്ളൂ. സെൻറ്റ് സ്പ്രേ അങ്ങനത്തെ സംഭവങ്ങൾ അടിച്ചിട്ട് എനിക്ക് ഭയങ്കര മടിയായിട്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കുറേ ടൈമൊക്കെ ഇതാകുമ്പോൾ എന്തോ തലക്കെന്തോ ഒരു അസ്വസ്ഥ, എന്താ പറയുക, ഒരു പിരാന്തായിക്കാരട്ടോ. പക്ഷേ ഈ ചെമ്പകത്തിൻ്റെ പൗഡർ സെൻറ്റ് ഇങ്ങനത്തെ സംഭവം ഭയങ്കര ഇഷ്ടമാണ്. ഇനി ചെമ്പകം നമ്മൾ പോണ വഴിക്ക് ഇങ്ങനെ റോട്ടുമ്പോൾ അതേമാതിരി പെരാളിൽ ഇങ്ങനെ കണ്ടാൽ അവിടെയൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ ആ ചെമ്പകത്തിൻ്റെ പൂ പെറുക്കൂട്ട. അമ്മാതിരിയുള്ള പിരാന്തത്തരൊക്കെ എൻ്റെ കൈ കണ്ടിട്ടാണ്. അപ്പോൾ അങ്ങനെ ആ സെൻറ്റിൻ്റെ കട കണ്ടപ്പോൾ, അതായത് അവിടെ ആറ്റങ്ങളോട് ചോദിച്ചിട്ട് ഇങ്ങനെ ചെമ്പകം ഉണ്ടോ ചോദിച്ചപ്പോൾ കാക്ക ഉണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല. ഞാൻ പറഞ്ഞു എന്തായാലും ഒരു കുപ്പി വേണമെന്ന് പറഞ്ഞിട്ട് ഒന്ന് വേങ്ങി. ഞാൻ വാങ്ങുന്ന ഇതേമാതിരി കുറേ ചോദിച്ചു നോക്കിയിട്ടാ, പക്ഷെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഈ കാക്കാൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, ആ സ്പോട്ടിൽ വേഗം ഒരു കുപ്പി വേങ്ങിയിട്ടാ. അടിച്ചാലൊക്കെ കണക്ക് കേൾക്കാറ്, പക്ഷെ ചെമ്പകമായതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള മണമായതുകൊണ്ട് എന്തായാലും അടിച്ചിട്ടാ. ഞാൻ എന്നിട്ട് പാത്ത് വെച്ച് കേട്ടോ, കാരണം ലാലു കണ്ടാലും വല്ല എന്താ പറയുക സെൻറ്റിൽ കൊണ്ട് കുളിച്ചും അങ്ങനെ കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ വേങ്ങി. പിന്നെ പാനിപൂരിയൊക്കെ തിന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കോട്ട് ഇട്ടിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ അതിൻ്റെ ഇടയിലൊന്ന് മഴ പെയ്ത്, അപ്പോൾ കോട്ടൊക്കെ ഇട്ട്. പിന്നെ പകുതിയായപ്പോൾ മഴ നിന്ന്, അപ്പോൾ കോട്ട് ഊരി വെച്ച് അങ്ങനെ പോരുന്ന വഴിക്ക് ലാലു ഷവർ മേങ്ങി തന്നിട്ടാ. പാങ്ങുന്ന വരുന്ന ദിവസമൊക്കെ ആകുമ്പോൾ ഭയങ്കര സ്നേഹമൊക്കെ കേട്ടോ. നമ്മൾ എന്ത് പറഞ്ഞോരു വാങ്ങി തരും, ഭയങ്കര സ്നേഹപ്രകടനമൊക്കെ. 2 ദിവസം ഉണ്ട് കഴിഞ്ഞാലും സ്വഭാവം മാറും കേട്ടോ. അത് പിന്നെ ലാലുവിനെ പറഞ്ഞിട്ടും കാര്യമില്ല, എൻ്റെ കയ്യിലിരിപ്പോലെ ഇരിക്കാറ്. അങ്ങനെ നമ്മൾ കുറേ ദിവസം കഴിഞ്ഞ് കാണുമ്പോൾ ഭയങ്കര സ്നേഹവും പൊലിവൊക്കെ അല്ലേ ഇരിക്കാറ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.